പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജയെയും അഭിയും കൊണ്ടാണെങ്കിലും നമ്മുടെ ദേവയാനിയാണെങ്കിൽ എല്ലാ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിലും നമ്മൾ നവ്യയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനാ ഇവർ പറയുന്നതൊക്കെ ഇങ്ങനെ അനുസരിക്കാനൊക്കെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നവ്യയാണെങ്കിലും അവിടെ നമ്മുടെ ജലജയടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മളാണെങ്കിലും അഭിക്കാണെങ്കിലും നവ്യ അടുത്താണെങ്കിലും സത്യങ്ങളൊന്നും പറയാനും പറ്റത്തില്ലല്ലോ. പിന്നാണെങ്കിലും നമ്മൾ പിന്നെ നയന പറയുന്നുണ്ട്, എന്തായാലും അമ്മ പറയുന്ന കണക്ക് തന്നെ നിങ്ങൾ ജോലിയൊക്കെ ചെയ്ത് നിന്നാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചേച്ചിയെടുത്ത് പറഞ്ഞു കൊടുക്കും. ഇനിയിപ്പോൾ ചേച്ചിയുടെ ജീവിതം നശിച്ചു പോയാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നയനയാണെങ്കിലും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മളുടെ ജലജ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ അങ്ങനൊന്നും ചെയ്യല്ലേ, എൻ്റെ മോൻ്റെ ജീവിതം ഇല്ലാതാക്കരുത്, എൻ്റെ മോനിക്കാണെങ്കിൽ ഒരു അബദ്ധം പറ്റിപ്പോയി, ഇനിയാണെങ്കിൽ അവൻ അങ്ങനൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നയന പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പം ഞങ്ങളായിട്ടൊന്നും ചേച്ചിയെടുത്ത് പറയുന്നില്ല, കാര്യം അത് ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയൊന്നും അല്ല, പക്ഷേ ചേച്ചിയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ജീവിതം ഫ്രോഡിൻ്റെ കൂടെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് ബന്ധം ഒഴിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ നയൻ്റെ അടുത്താണെങ്കിൽ ജലജ പറയുന്നുണ്ട്, എന്തായാലും നീ അങ്ങനൊന്നും ചെയ്യരുത്, കാര്യം വെച്ചാൽ അവളാണെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ മോനെ അവൾ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ അവൾ തന്നെ സ്വയം ജീവൻ എടുക്കും, അതുകൊണ്ട് നീ അങ്ങനൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയുന്ന സമയത്താണല്ലോ നയനെ പറയുന്നുണ്ട്, ഞങ്ങൾ ഒന്നും പറയത്തില്ല, എന്തായാലും ഇനിയിപ്പം ഞങ്ങൾ പറയുന്ന കണക്കനുസരിച്ച് ഞങ്ങളൊരു അടിമയെ കണക്ക് നിങ്ങളിവിടെ ജീവിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത്രയും നാൾ നിങ്ങൾ ഞങ്ങൾ വെറുതെ വിട്ട് ഇനി എന്തായാലും ഇനി വെറുതെ വിടാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ജലജടുത്താണെങ്കിൽ നയന പറയുന്നുണ്ട്. നയന പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളിപ്പോൾ എന്തായാലും വെറുതെ വിടുന്നുണ്ട്, ആ വെറുതെ വിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഇട്ട് പണി തരാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങളൊന്നും ഞാൻ വെറുതെ വിടത്തില്ല, വെച്ചേക്കത്തില്ല എന്നൊക്കെ നമ്മൾ നയന പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുന്ന സമയത്താണെങ്കിലും നമ്മൾ നവ്യയ്ക്കാണെങ്കിലും സംശയം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവർ തമ്മിൽ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന, നയന എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും പിന്നെ അമ്മയാണെങ്കിലും തിരിച്ചൊന്നും പറയുന്നില്ലല്ലോ. മുമ്പൊക്കെ ആണെങ്കിലും അമ്മയാണെങ്കിലും അഭിയാണെങ്കിലും നല്ല ചുട്ട മറുപടിയൊക്കെ കൊടുക്കുന്നതാണല്ലോ, പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ ഇവർ രണ്ടുപേരും ആണെങ്കിലും നയനയാണെങ്കിലും പിന്നെ അമ്മായി ആണെങ്കിലും എന്താ പറഞ്ഞാലും ഇവരാണെങ്കിൽ ഒന്നും തിരിച്ച് പറയത്തതുമില്ല, അവരെന്ത് പറഞ്ഞാലും ഇവരാണെങ്കിൽ അനുസരിക്കുകയൊക്കെ ചെയ്യുവാണല്ലോ എന്നൊക്കെ അങ്ങനെ ഒരു സംശയമൊക്കെ നമ്മളെ നവ്യയുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ നവ്യയാണെങ്കിൽ അഭിയടുത്തും ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ അഭി പണ്ട്, ആരെന്ത് പറഞ്ഞാലും നീ തിരിച്ചവർക്ക് മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്കും ഒരു സംശയം തോന്നുന്നത്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ അന്ന് നിൻ്റെ അടുത്ത് ചോദിച്ചത്, ഇതൊക്കെ എൻ്റെ മോളാണോ എന്ന് ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കും ഇപ്പോൾ നീ ഇങ്ങനെ മറുപടിയൊക്കെ പറയാൻ നിൽക്കുമ്പോൾ എനിക്കും സംശയം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചന്തമോൾ നിൻ്റെ കുഞ്ഞാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം എനിക്കും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നവ്യ പറയുന്ന സമയത്താണ് ഇത് കേൾക്കുന്നത്. നമ്മൾ അഭിയാണല്ലോ ആഹ ഞെട്ടി ഷോക്കായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അഭി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇനി നവ്യയുടെ മനസ്സിൽ ഇനി കൂടുതൽ സംശയങ്ങൾ തോന്നിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അഭിയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ആദർശേട്ടൻ്റെ കുഞ്ഞല്ല ചന്തമോൾ എന്നല്ലേ അവരെല്ലാവരും പറയുന്നത്, പിന്നെ ആദർശേട്ടനൊരു സാഹചര്യത്തിൽ ആ കുഞ്ഞിനെ ഏറ്റെടുത്തെന്നൊക്കെ ആണല്ലോ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ നവ്യയാണെങ്കിൽ നമ്മൾ അഭിയടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ വീട്ടിലുള്ള ഒരാൾ കൊച്ചുമോൻ്റെ കുഞ്ഞാണ് ചന്തമോളെന്നാണല്ലോ ഇവിടെ എല്ലാവരും പറയുന്നത്. എന്തായാലും പിന്നെ ആദർശേട്ടൻ ആ കുഞ്ഞിനെ ഇങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് ഏറ്റെടുത്തെന്നാണ് പറയുന്നത്. പിന്നെ ആണെങ്കിൽ അനിയാണെങ്കിലും അങ്ങനെയുള്ളൊരു ചിന്തയും കാര്യങ്ങളൊന്നും സംശയങ്ങളും അനിയുടെ നേർക്കിട്ട് ആരും തിരിക്കുന്നതും ഇല്ല. പിന്നെ അതുപോലെ അനിയാണെങ്കിൽ നമ്മളെ നന്ദുവിൻ്റെ പിറകെ നടക്കുകയും ചെയ്യുവാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നീയാണല്ലോ, നിൻ്റെ അടുത്താണ് പിന്നെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ എന്തെങ്കിലും ആണ് സത്യാവസ്ഥ, നിൻ്റെ കുഞ്ഞാണ് ചന്തുമോളെങ്കിൽ പിന്നെ അഭി നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല, പിന്നെ അങ്ങനെ ഒരാളെ കൂടെ എനിക്ക് ജീവിക്കാനും എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ അങ്ങനെ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് സത്യാവസ്ഥ എൻ്റെ അടുത്ത് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ അങ്ങനെ ഒരു ആളെ കൂടെ ജീവിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. പിന്നെ നയനയാണെങ്കിൽ അവൾ പിന്നെ വലിയ മനസ്സിൻ്റെ ഉടമയായിരിക്കും, അവളെ കൊണ്ടൊക്കെ എല്ലാം പറ്റുമായിരിക്കും, പക്ഷേ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നവ്യ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മൾ അഭിയാണെങ്കിൽ ആകെ ഷോക്കായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അഭിയാണെങ്കിൽ വീണ്ടും നമ്മൾ നവ്യ അടുത്താണെങ്കിൽ ഇങ്ങനെ കള്ളത്തരങ്ങൾ പറയുന്നുണ്ട്, പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, എന്തായാലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ വേറെ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് സ്നേഹത്തിലും കാര്യത്തിലൊക്കെ ആയിരുന്നു, പക്ഷേ നിന്നെ കല്യാണം കഴിച്ച ശേഷം ഞാൻ അങ്ങനെ ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പിന്നെ അങ്ങനെ ഒരു പെണ്ണിൻ്റെ പിറകെ ഒന്നും ഞാൻ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മൾ അഭിയാണെങ്കിൽ നവ്യയുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞ് നിരത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.